ബഹുമാനപ്പെട്ട സയ്യിദുനാ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹുവിനെ കൊന്ന വഹ്ശി റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ചപ്പോ നബി തങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നത് വഹ്ശി കണ്ടതാണ്. മരണം വരെയും വഹ്ശി റളിയല്ലാഹു അൻഹു പിന്നീട് കരഞ്ഞുകൊണ്ടിരുന്നു. സയ്യിദുനാ വഹ്ശി റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ ഒരിക്കൽ പോലും ചിരിച്ചിട്ടില്ല. മഹാൻ അവറുകൾ ചിരിച്ചത് ആകെ ഒരു സമയത്തു മാത്രമാണ്. മുസൈലിമത്തുൽ കദ്ദാബ് എന്ന കള്ളപ്രവാചകൻ കൊല്ലപ്പെട്ട സമയത്തു മാത്രമാണ്. മുഴുവൻ സമയത്തും കരച്ചിലായിരുന്നു. ഓരോരുത്തർക്ക് ഇഷ്ക് ഓരോന്നാണ്. സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹുവിന് ഇഷ്ക് കയറിയപ്പോ മഹാനവറുകൾ പറഞ്ഞു, ഞാൻ ബാങ്ക് കൊടുക്കൂല, ഞാൻ ബാങ്ക് കൊടുക്കൂല, ഞാൻ മദീനത്തോട് നിൽക്കൂല, ഞാൻ പോവുക കൂഫയിലേക്ക്. കൂഫയിൽ വെച്ച് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന സമയത്ത് തന്റെ സഹധർമ്മിണി കരഞ്ഞുപോയി. കരയുന്നത് കണ്ട ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത്രേ, എന്തിനാണ് എന്റെ സഹധർമ്മിണി നീ കരയുന്നത്? ഞാൻ എന്റെ ഹബീബ് ത്വാഹ നബിയെ കാണാൻ പോവുകയല്ലേ. എന്തിനാ ഒളിച്ചത്? ഞാൻ വലിയ സന്തോഷത്തിലാണല്ലോ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ പോവുകയാണല്ലോ. മദീനക്കാര് ലോകത്തെ ഏറ്റവും നല്ല സ്വഭാവമുള്ള മനുഷ്യന്മാരാണ്. അഫ്ളലു തുർബത്തുൽ അർളി തുർബത്തുൽ മദീന, ഭൂമിയിലെ മണ്ണുകളിൽ വെച്ച് ഏറ്റവും നല്ല മണ്ണ് മദീനയുടെ മണ്ണാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല മരവും മദീനത്തെ മരാണ്, ഏറ്റവും നല്ല ഈത്തപ്പനയും മദീനത്തെ ഈത്തപ്പനാണ്, ഏറ്റവും നല്ല ഈത്തപ്പഴവും മദീനത്തെ ഈത്തപ്പഴാണ്. എല്ലാതും മദീനത്താണ്. ഏറ്റവും നല്ല സ്വഭാവക്കാരും മദീനക്കാരാണ്. മദീന ശരിക്കും ഒരു ആവേശമാണ്. പട്ടണം എന്നാണ് ആ വാക്കിനർത്ഥം. വേറെ ഏത് പട്ടണത്തെ പറ്റി പറയുമ്പോഴും അതിൻ്റെ കൂടെ അതിൻ്റെ പേര് ചേർക്കേണ്ടി വരും. കോഴിക്കോട് പട്ടണം, തിരൂർ പട്ടണം, ബഗ്ദാദ് പട്ടണം. വെറും പട്ടണം എന്ന് മാത്രം പറഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങിക്കിടക്കുന്ന മദീനയാണ് ശരിക്കത്. വേറെ ഒന്നും ചേർക്കാതെ പറയാവുന്ന പട്ടണമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങിക്കിടക്കുന്ന മദീന. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ ഖാദിർ അൽ ഖാഹിരി റളിയല്ലാഹു അൻഹു, തമിഴ്നാട്ടിലെ തിരുനെൽവേലിക്കടുത്ത് പുഴക്കരയിൽ ജലാശയത്തിന്റെ സമീപത്ത് സ്ഥിതി ചെയ്യുന്ന കായൽ പട്ടണത്ത് അബ്ദുൽ ഖാദിർ എന്ന പേരായ വലിയിന്റെ മകനാണ് ബഹുമാനപ്പെട്ട ഉമറുൽ ഖാഹിരി റളിയല്ലാഹു അൻഹു. കുറെ കാലം നാട്ടിൽ വിദ്യാഭ്യാസം നേടി മഹാനവറുകൾ ഹജ്ജിന് വേണ്ടി മക്കയിൽ പോയി. മക്കയിൽ ഹജ്ജ് കഴിഞ്ഞ് മദീനയിൽ പോയി സിയാറത്ത് കഴിഞ്ഞ് ഇനി ഇവിടുന്ന് പോണില്ലാന്ന് തീരുമാനിച്ചിട്ട് ദീർഘകാലം അവിടെ നിന്ന് ഒരുപാട് പണ്ഡിതന്മാരുടെ ശിഷ്യത്വമൊക്കെ സ്വീകരിച്ച് മദീനയിൽ കുറെ കാലം താമസിച്ച് തൻ്റെ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം നാട്ടിലേക്ക് മടങ്ങാണ്. പക്ഷെ മദീനത്ത് നിന്ന് ഇങ്ങോട്ട് പോരാൻ പറ്റണില്ല മനസ്സുകൊണ്ട്. അവിടെ തന്നെ അങ്ങനെ നിൽക്കാൻ തോന്നുകയാണ്. ആ സമയത്ത് അലിഫ് മുതൽ യാ വരെയുള്ള അക്ഷരങ്ങളെ കോർത്തിണക്കി 31 വരികളുള്ള ഒരു കാവ്യം എഴുതി സമർപ്പിച്ചു. തസവ്വുഫും ഇഷ്കും ഒരുമിച്ച് ചേർന്നതാണ് അല്ലഫൽ അലിഫ്. അല്ലഫൽ അലിഫു നിളാമ മദ്ഹി അലൽ അലിയാൽ أول سطور باسم الله بدء الخلق لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. മഹാനവറുകളുടെ ഭയങ്കരമായ മാസ്മരികമായ ഒരു രചനയാണ്. അക്ഷരങ്ങൾ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടുള്ള വളരെയധികം രസകരമായ ഒരു രചന. അല്ലഫൽ അലിഫ്, അലിഫ് ക്രോഡീകരിക്കുന്നു എന്നാണ്. അലിഫ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അത് വലിയൊരു ഫിലോസഫിയാണ്. അലിഫ് എന്നതുകൊണ്ട് മഹാനവറുകൾ തന്നെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിന്റെ മേൽ അറിയിക്കുന്നതാണ് അലിഫ്. അള്ളാഹുവിന്റെ അലിഫ്
അഹ്മദിന്റെ അലിഫ് എല്ലാം അലിഫാണ്. 28 അക്ഷരങ്ങൾ ഈ പ്രപഞ്ചത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രഹസ്യമാണ്. അക്ഷരങ്ങളുടെ ലോകം എന്ന് പറയുന്ന ആലമുൽ ഹുറൂഫ് എന്ന് പറയുന്ന ഒരു പ്രപഞ്ചമുണ്ട്. ആ പ്രപഞ്ചത്ത് എല്ലാതും അക്ഷരങ്ങളാണ്. ഞാൻ എന്തുകൊണ്ട് സാലിമായി? എന്റെ വാപ്പാക്ക് എനിക്ക് സാലിം എന്ന് പേരിടാൻ എന്തേ തോന്നിയത്? അതിന്റെ പിന്നിലൊരു രഹസ്യമുണ്ട്. ആ രഹസ്യം മനസ്സിലാക്കിയാൽ സാലിം എന്ന് പറഞ്ഞാൽ എന്താന്ന് തിരിയും. എന്റെ നാട്ടില് ഞങ്ങളെ മദ്രസന്റെ സെക്രട്ടറി ഉണ്ട് അബൂബക്കർ. ശംസുലുലമയെ കാണാൻ ചെന്നു. അള്ളാഹു അവരുടെ ദർജ ഉയർത്തട്ടെ. കുറച്ച് ഉസ്താദന്മാരെ കൂടിയും ശംസുലുലമയെ കാണാൻ വേണ്ടി ചെന്നപ്പോ ഓരോരുത്തരും പേരിങ്ങനെ ചോദിച്ചു. അബൂബക്കർ ബാക്കിലായിരുന്നത്. പേരെന്താന്ന് ചോദിച്ചു. അബൂബക്കർ എന്ന് പറഞ്ഞു. അബൂബക്കറോ എന്നാട് മുന്നിക്കുവാറും. ഓരോ മനുഷ്യന്റെയും പേര് അയാളുടെ വ്യക്തിത്വത്തിന്റെ മേൽ അറിയിക്കുന്നുണ്ട്. ഓരോ മനുഷ്യന്റെയും. ഇതൊന്നും വെറുതെ ആയതല്ല. മുഹമ്മദ് കുട്ടി വെറുതെ മുഹമ്മൂട്ടി ആയതല്ല. മുഹിയുദ്ദീൻ വെറുതെ മുഹിയുദ്ദീൻ ആയതല്ല. എല്ലാറ്റിനും കാരണങ്ങളുണ്ട്. അക്ഷരങ്ങളുടെ ലോകത്ത് വളരെ അത്ഭുതകരമായ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോ അക്ഷരങ്ങളുടെ കൂട്ടത്തിലെ ഒന്നാം അക്ഷരമാണ് അലിഫ്. ഈ പ്രപഞ്ചത്തിന്റെ എല്ലാ രഹസ്യങ്ങളും അലിഫിൽ ചേർത്ത് വെച്ചിട്ടുണ്ട് എന്നാണ്. പൂർവികന്മാരായ ധാരാളം ആളുകൾ അലിഫിനെ കുറിച്ച് വാചാലമാകുന്നത് കാണാം. അഹദത്തിലെ അലിഫ് അലിഫിലാം അഗമിയം അലിഫാക്ഷര പൊരുൾ ബിസ്മില്ലാ. ബഹുമാനപ്പെട്ട മോയിൻകുട്ടി ഹൈദര് അലിഫിനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കാം. മുള്ളുമുനയിലെ 33 പട്ടണം മടയ്ക്ക് വൈത്ത അന്ത ഇറയവനിക്ക് തലയുമില്ലേ, അന്ത ഇറയവനിക്ക് തലയുമില്ലേ. ഇച്ചമസ്ഥാൻ മുള്ളുമുന എന്ന് പറഞ്ഞത് അലിഫാണ്. അലിഫ് കണ്ടാൽ മുള്ളിന്റെ മാതിരിയാണല്ലോ. അങ്ങനെ അലിഫിനെ കുറിച്ചുള്ള ഒരുപാട് ആവിഷ്കാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അഹദിയത്തിന്റെ മേൽ അറിയിക്കുന്നതാണ് അലിഫ് എന്നാണ്. അപ്പൊ അക്ഷരങ്ങൾ ഇങ്ങനെ കോർത്തി വെച്ചിട്ടുള്ള മനോഹരമായ ഒരു കോർവ. മദീനയിൽ നിന്ന് യാത്ര പറയാൻ സമയത്ത് മഹാനവറുകൾക്ക് അവിടെ നിന്ന് പോരാൻ തോന്നുന്നില്ല, അവിടെ തന്നെ ഇങ്ങനെ കൂടാൻ തോന്നുന്നതാണ്. മദീന യഥാർത്ഥത്തിൽ ഒരു സമാധാനത്തിന്റെ കേന്ദ്രമാണ്. സഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു 26 ഹദീസുകൾ മദീനയെ കുറിച്ച് പറയുന്നത് ഇങ്ങനെ ക്രമത്തിൽ പറഞ്ഞിരിക്കുന്നു. 26 ഹദീസ് മദീനയുടെ പ്രാധാന്യത്തെ കുറിച്ച് പറയുന്നത്. നിങ്ങളാരും മദീനയെ മോശമായി കാണരുത്. മദീനയെ ആരെങ്കിലും വൃത്തികേടാക്കിയാൽ അവന് അള്ളാഹുവിന്റെയും മലക്കുകളുടെയും എല്ലാ ജനങ്ങളുടെയും ശാപമുണ്ടായിരിക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീനയിലൂടെ ചെരിപ്പിട്ട് നടക്കാറുണ്ടായിരുന്നില്ല. ഷാ വലിയുല്ലാഹി ദഹ്ലവി റളിയല്ലാഹു അൻഹു മനസ്സിന്റെ എല്ലാ പ്രയാസങ്ങളും തീരാൻ മദീനയിലേക്ക് പോവണമെന്ന് നിർദ്ദേശിച്ചതായി കാണാം. മക്കയേക്കാൾ മദീനയെ സ്നേഹിക്കാൻ പറ്റുമെന്നാണ്. അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനാ മക്കത കമാ അഹ്ബബ്ത ഇലൈനൽ മദീനത അശദ്ദ മിൻഹാ. ഒരിക്കൽ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു, അല്ലാഹുവേ മക്കയേക്കാൾ കൂടുതലായി മദീനയെ ഞങ്ങൾക്ക് നീ ഇഷ്ടപ്പെടുത്തേണമേ റബ്ബേ. ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മക്കയേക്കാൾ കൂടുതലായി മദീനയെ സ്നേഹിക്കാമെന്നാണ്. ഇസ്ലാമിന്റെ 2ാം ഖലീഫയായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, അല്ലാഹുവേ എന്നെ നീ ഷഹീദായി മരിപ്പിക്കണമേ. എന്റെ മരണം ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ത്യവിശ്രമം കൊള്ളുന്ന മദീനയിൽ തന്നെയാക്കണമേ. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്തു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വേറെ വർത്താനുണ്ട്. ഞാൻ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടിയല്ലാതെ എന്റെ ഭാര്യയുമായി ഇണചേർന്നിട്ടില്ല എന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നു. ഇസ്ലാമിക്ക് വന്നതിന് ശേഷം മുഹമ്മദ് നബിക്ക് വേണ്ടി മാത്രമേ എന്റെ ഭാര്യയുമായി ഞാൻ ഇണചേർന്നിട്ടുള്ളൂ. അതിലപ്പുറം ഒരു സ്വകാര്യത്തെ കുറിച്ച് ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ.
എന്റെ സ്വകാര്യ ജീവിതം പോലും ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടിയായിരുന്നു. മദീന എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കരമായ ഒരു ആവേശമാണ് വരുന്നത്. അങ്ങനെയാണ് വരേണ്ടത്. മദീന യഥാർത്ഥത്തിൽ മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് വലിയൊരു ആവേശം തന്നെയാണ്. മദീന എന്ന് പറയുമ്പോൾ തന്നെ ആ സ്ഥലങ്ങളും ആ സാഹചര്യങ്ങളും എല്ലാം നമുക്ക് ഓർമ്മ വരേണ്ടതുണ്ട്. മക്കയിൽ നിന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ വന്നു. മദീനക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വളരെ സന്തോഷത്തോടുകൂടെ സ്വീകരിച്ചു. മക്കം ഫതഹുണ്ടായി. മക്കം ഫതഹിന്റെ സമയത്ത് മദീനക്കാരായ അൻസാരികളായ ആളുകൾ കരഞ്ഞു. അബൂ സുഫിയാന്റെ വീട്ടിൽ കുറെ ആളുകൾ കയറി രക്ഷപ്പെട്ടു. മക്കം ഇസ്ലാമിന്റെ അധീനതയിൽ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ കഅബ തവാഫ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് മദീനക്കാരായ അൻസാരികൾ കരഞ്ഞു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, അല്ലയോ അൻസാരികളെ, നിങ്ങൾ എന്താണ് കരയുന്നത്? ഞാന് മക്കം ഫതഹായി, എന്റെ നാട് ഫതഹായി കിട്ടിയാല് ഇനി മദീനയിലേക്ക് മടങ്ങിപ്പോരൂല എന്ന് കരുതിയാണോ നിങ്ങൾ കരയുന്നത്? അവർ പറഞ്ഞു, നാം യാ റസൂലല്ലാഹ്, അതെ അല്ലാഹുവിന്റെ റസൂലേ എന്ന് പറഞ്ഞപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത്, ലൗലൽ ഹിജ്റതു ലകുന്തു റജുലൻ മിനൽ അൻസാർ. ഹിജ്റ ഇല്ലായിരുന്നുവെങ്കിൽ, അല്ലാഹു എനിക്ക് ഹിജ്റ കണക്കാക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ, മക്കത്ത് ജനിച്ചിട്ട് മദീനത്തേക്ക് പോരാന്നുള്ളത് അല്ലാഹു എന്റെ അളവിൽ കണക്കാക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ മദീനയിൽ വരേണ്ടവനായിരുന്നു. നബിതങ്ങളുടെ മണ്ണ് മദീനയുടെ മണ്ണാണ് എന്നാ. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റ എന്ന ആയത്തിന്റെ തഫ്സീറിൽ വഫീഹാ നുഈദുകും എന്ന സ്ഥലത്ത് കാണാം, ഒരു മനുഷ്യനെ എവിടെ നിന്നാണോ പടച്ചത് അവിടെയാണ് അടക്കം ചെയ്യപ്പെടുന്നത് എന്ന്. ഒരു മനുഷ്യനെ എവിടുത്തെ മണ്ണുപയോഗിച്ചാണോ പടച്ചത് ആ മണ്ണിന്റെ സ്വഭാവം അയാൾ പ്രകടിപ്പിക്കുകയും ചെയ്യും എന്നാണ്. ഭൂമിയുടെ എല്ലാ ഭാഗത്തു നിന്നും അസ്രാഈൽ അലൈഹിസ്സലാം മണ്ണ് ശേഖരിച്ച് ആ മണ്ണിന്റെ സത്തയിൽ നിന്നാണ് മനുഷ്യൻ പടക്കപ്പെട്ടിട്ടുള്ളത്. അമേരിക്കയിലെ മണ്ണുകൊണ്ട് മണ്ണിന്റെ സത്തയിൽ നിന്ന് പടക്കപ്പെട്ടവൻ അവൻ മരണപ്പെടാനും കബറടക്കം ചെയ്യാനും അമേരിക്ക തന്നെ എത്തും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മണ്ണ് മദീനയുടെ മണ്ണാണ്. ലോകത്തെ ഏറ്റവും നല്ല മണ്ണ് മദീനയുടെ മണ്ണാണ്. അതുകൊണ്ട് മദീനയുമായി എപ്പോഴും ഖൽബിന്റെ ബന്ധം എങ്ങനെ സ്ഥാപിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തങ്ങളുമായി എപ്പോഴും ഖൽബിന്റെ ബന്ധം എങ്ങനെ ഉണ്ടാകുക, അത് വിജയിക്കും. അതുള്ള മുഴുവൻ ആൾക്കാരും വിജയിച്ചിട്ടുണ്ട്. അബൂ മഹ്ദൂറ എന്ന ഒരു സ്വഹാബി വര്യനുണ്ടായിരുന്നു. നല്ല മനുഷ്യൻ. അബൂ മഹ്ദൂറ നല്ല മനുഷ്യൻ. ഒറ്റ കുഴപ്പം മാത്രമേ ഉള്ളൂ, മുടി ഇങ്ങനെ നീട്ടി വളർത്തും. അബൂ മഹ്ദൂറക്ക് ആകെ ഒരു കുഴപ്പമുള്ളൂ, മുടി ഇങ്ങനെ നീട്ടി വളർത്തിയിട്ട് അങ്ങനെ ചുരുട്ടി വെച്ചിട്ട് അതിന്റെ മേലെ തൊപ്പിട്ട് കണ്ട് തല കെട്ടിയിട്ട്, അങ്ങനെയാണ് അബൂ മഹ്ദൂറ. ഒരിക്കൽ ഒരു സ്വഹാബി വര്യൻ അബൂ മഹ്ദൂറയോട് പറഞ്ഞു, അബൂ മഹ്ദൂറ ഹല്ലാ തഹ്ലിഖീഹാ, നിങ്ങൾക്ക് ഈ മുടി ഒന്ന് വെട്ടിക്കൂടെ എന്ന് ചോദിച്ചു. സയ്യിദുനാ അബൂ മഹ്ദൂറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ അഹ്ലിഖുഹാ വഖദ് മസ്സഹാ റസൂലുള്ളാഹ്. വേറെന്ത് പറഞ്ഞാലും ചെയ്യാം, ഈ മുടി വെട്ടണ പ്രശ്നമല്ല. വഖദ് മസ്സഹാ റസൂലുള്ളാഹ്, ഇത് അല്ലാഹുവിന്റെ റസൂൽ തൊട്ട മുടിയാണ് എന്ന് സയ്യിദുനാ അബൂ മഹ്ദൂറ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ സംഭവം. സുർലരിഹൽ മുസ്തഫാ വ സിദ് ഇഖാമതൻ ബിഹി സിർത ഹമീം സാവിയൻ അൻ ഖൽബിക സിൽസാല ലാ ഇലാഹ لا إله إلا الله لا إله إلا الله محمد رسول الله زر ضريح المصطفى മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിനെ നീ സിയാറത്ത് ചെയ്യ്. വസിദ് ഇഖാമതൻ ബിഹി, അവിടെ തന്നെ നിന്നോ, പോരണ്ട. സിദ് ഇഖാമതൻ ബിഹി, നീ അവിടെ തന്നെ നിൽക്ക്.
സുർ ലരീഹൽ മുസ്തഫ വസിദ് ഇഖാമതൻ ബിഹി സുർത ഹാമീം. അള്ളാന്റെ റസൂലിന്റെ ഖബറിനെ നീ സിയാറത്ത് ചെയ്താൽ നീ ഹാമീമായ നബിയെ തന്നെയാണ് സന്ദർശിച്ചിരിക്കുന്നത്, നീ ഖബറിനെ അല്ല സന്ദർശിച്ചിരിക്കുന്നത് എന്നർത്ഥം. വലിയൊരു ഹദീസാണത്, വലിയൊരു ഹദീസാണ്. ആരെങ്കിലും എന്റെ ഖബർ സിയാറത്ത് ചെയ്താൽ അവൻ ജീവിതകാലത്ത് എന്നെ സന്ദർശിച്ചവനെ പോലെയായി എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു. ബഹുമാനപ്പെട്ട ഫഖ്റുദ്ദീൻ തങ്ങൾ പറഞ്ഞതുപോലെ ആദാബുകൾ പാലിക്കണം, ആദാബ് പാലിക്കണം. ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ വയല് പറയാൻ ഭയങ്കര പൂതിയായിരുന്നു. അപ്പൊ ഇങ്ങനെ കാസറ്റുകളൊക്കെ കേട്ടിട്ട് ഇങ്ങനെ വയല് പഠിക്കും. അങ്ങനെ പഠിച്ചു വെച്ച ഒരു പാട്ടുണ്ട്, ബദരീങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ബദരിയത്തുൽ ഹംസിയയിലെ ഒരു വരി. ബദരിയത്തുൽ ഹംസിയ പഴയ കാലത്തൊക്കെ ഉസ്താദുമാർ വയല് പറയുന്ന സമയത്ത് തുടക്കത്തിൽ ഒരായത്തോതും, പിന്നെ ഒരു ഹദീസോതും, പിന്നെ ഒരു ബെയ്ത്ത് ചെല്ലും, എന്നിട്ടാണ് പിന്നെ വയലിലേക്ക് വരിക. വളരെ ചെറുപ്പകാലം മുതൽ അങ്ങനെ ആയത്തുകളും ഹദീസുകളുടെ ഒക്കെ ചെറിയ ഭാഗങ്ങൾ, പാട്ടുകൾ ഒക്കെ ഇങ്ങനെ പഠിച്ചു. രണ്ട് ബദരീങ്ങളാണ്, ഒന്ന് ഖൈസ്, ഒന്ന് ഖത്താദ. ആരാ ഖൈസ് കാര്യങ്ങള്? ഖൈസ് റളിയല്ലാഹു അൻഹു ചെവി അല്പം കേൾവി കുറഞ്ഞ ഒരാളായിരുന്നു. പരിശുദ്ധ ഖുർആനിലെ ആയത്തിറങ്ങി, ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗതിൻ നബിയ്യി വലാ തജാറു ലഹു ബിൽ ഖൗലി കജഹരി ബഅദുകും ബഅദൻ അൻ തഹബത അമാലുകും. ആരും മുത്തുനബിയുടെ ഹദറത്തിൽ വെച്ച് അള്ളാന്റെ റസൂലിനേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കരുതേ, അമലുകൾ പൊളിഞ്ഞു പോകും. ആയത്തിറങ്ങിയ അന്ന് മുതൽ ഖൈസ് പള്ളിയിലേക്ക് വന്നില്ല. സയ്യിദുനാ ഖൈസ് റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് വന്നില്ല. കുറെ ദിവസം കഴിഞ്ഞു, ഖൈസിനെ കാണാനില്ല എന്ന് നബി തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോ അള്ളാന്റെ റസൂല് ചോദിച്ചു, നമ്മളെ ഖൈസ് എവിടെ? സഹാബത്ത് പറഞ്ഞു, നബിയെ ഖൈസ് ഇപ്പോൾ വരാറില്ല. എന്താ വരാത്തത്? ഞങ്ങൾക്കറിയില്ല. ആരേലും ഒരാൾ പോയിട്ട് ഖൈസിനെ കൂട്ടിക്കൊണ്ടേ. സഹാബികൾ പോയി ഖൈസ് റളിയല്ലാഹു അൻഹുവിനെ കൂട്ടിക്കൊണ്ടുവന്നു. എന്താ ഖൈസേ നിങ്ങൾ പള്ളിക്ക് വരാത്തത് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, പൊന്നാര നബിയേ, നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഉച്ചത്തിൽ സംസാരിച്ചാൽ അമലുകൾ പൊളിഞ്ഞു പോകുമെന്ന ആയത്തിറങ്ങിയില്ല നബിയേ. ഇള്ളോടത്തോളുള്ള അമല് മുഴുവൻ ഖൈസിന് പൊളിഞ്ഞു പോയില്ല നബിയേ. ഇവിടുന്ന് അങ്ങോട്ട് എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് പൊളിയണ്ടാന്ന് കരുതിയിട്ട് ഖൈസ് വരാതിരുന്നതാണ്. മദീനത്ത് ചെന്നിട്ട് സലാം പറഞ്ഞിട്ട് സെൽഫി എടുക്കുമ്പോ നമുക്ക് ആർക്കെങ്കിലും തോന്നലുണ്ടോ ഖൈസ് ഇങ്ങനെ പറഞ്ഞിട്ട് പള്ളിയേക്ക് വന്നില്ല? സയ്യിദുനാ ഖൈസ് റളിയല്ലാഹു അൻഹു വന്നില്ല. നബി തങ്ങൾ പറഞ്ഞു, ഖൈസ് നിങ്ങൾ രോഗിയായിട്ട് അങ്ങനെ സംഭവിച്ചതല്ലേ, നിങ്ങൾക്ക് അള്ളാഹു പുറത്തു തന്നിരിക്കുന്നു, നിങ്ങൾ ഷഹീദാകുമെന്ന് അള്ളാഹു നിങ്ങൾക്ക് ഓഫറും തന്നിരിക്കുന്നു എന്ന് ഖൈസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. നമ്മളിങ്ങനെ മദീനത്ത് ചെന്നിട്ട്, മദീനത്ത് ഇങ്ങനെയാണ് ചെന്നുകാണ്ട് സിയാറത്ത് ചെയ്യാൻ വേണ്ടി വാതിൽക്ക് കൂടി ഇങ്ങനെ കടന്നിട്ട് ഒന്നാമത്തെ വാതിൽ കടന്ന് രണ്ടാമത്തെ വാതിലാണ് കടന്ന ഉടനെ വലത്ത് സൈഡിൽ മേലേക്ക് ഇങ്ങനെ നോക്കിയാൽ ടൈൽസ് ഒട്ടിച്ച ചോരുമ്മേ ഒരു ടൈൽസ് വെക്കണ സ്ഥലം ഒഴിവാക്കിയിട്ട് അവിടെ ഒരു ഓടും പൊട്ടുണ്ട്. തൊയ്യബ് വയസ്സാണ് എനിക്ക് ആ ഓടും പൊട്ട് ആദ്യം കാണിച്ചത്. ഒരു ഓടും പൊട്ട്. എന്താണ് ആ ഓടും പൊട്ട് വരെ നിങ്ങൾക്ക്? ഇവിടൊക്കെ ടൈൽസ് ഇട്ടവർക്ക് അവിടെ മാത്രം ഒരു ടൈൽസിന്റെ കഷ്ണം വെക്കാൻ കായില്ലായിട്ടൊന്നല്ല, അവിടെ ഒരു ഓടും പൊട്ടി ഇരിക്കട്ടെ. എന്താണ് ആ ഓടും പൊട്ട്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ വീടിന്റെ മുകളിൽ നിന്ന് വെള്ളം ഒലിക്കാറുണ്ടായിരുന്നു. വെള്ളം ഒലിച്ച് വഴിയിലേക്ക് ചാടുമ്പോ പള്ളിയിലേക്ക് പോകുന്ന ആളുകളുടെ തലയിൽ ചിലപ്പോഴൊക്കെ അത് വീഴും. അത് വീഴാതിരിക്കാൻ വേണ്ടി അള്ളാന്റെ റസൂല് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ വീടിന്റെ പുറത്തൊരു പാത്തി വെച്ചിരുന്നു. ഒരു പാത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായി.
സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണമേറ്റെടുത്തു. ഉമർ ഖത്താബ് ഭരണത്തിലിരിക്കുന്ന സമയത്ത് പള്ളിയും വീടും ഒക്കെ ഒന്ന് ഉഷാറാക്കി ഒക്കെ ഒന്ന് വൃത്തിയാക്കി ഒരാവശ്യമില്ലാത്ത പാത്തി ഇങ്ങനെ നിൽക്കേണ്ടപ്പോ അതിന് വലിച്ചിട്ടു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അപ്പോൾ അമീറുൽ മുഅ്മിനീനോട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, സംഗതി ആ പാത്തി ഇവിടെ ആവശ്യമില്ല എന്നുള്ളത് ശരിയാണ്, പക്ഷേ അത് അള്ളാന്റെ റസൂല് വെച്ച പാത്തിയാണ് എന്ന് പറഞ്ഞപ്പോ ഇങ്ങനെയാണ് കുമ്പിട്ട് നിന്നിട്ട് കയറ് പറഞ്ഞു. കുമ്പിട്ട് നിന്ന് പറഞ്ഞു കയറ്, എന്റെ പുറത്ത് കയറ് എന്ന് പറഞ്ഞു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പുറത്ത് കയറ്റിയിട്ട് പാത്തി വെച്ച സ്ഥലത്താണ് ഓടും വിട്ട് വെച്ചാണ്ട് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബന്ധം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ തലയിൽ ഇങ്ങനെ നബി തങ്ങൾ കൈവച്ചിട്ട്, പടച്ചോനെ ഈ കുഞ്ഞ് അനസിന് മാലിലും ഔലാദിലും ബർക്കത്ത് ചെയ്യണേ എന്ന് ദോരുന്നു. നമ്മൾ മരിച്ചെടുക്കുമ്പോ ഓതാ മുത്തല്ലിമീങ്ങളെ പള്ളി ദർസുള്ളോടുന്നോ ഇഫ്ദ് കോളേജിന്നോ കൊണ്ടുവരണം. അനസ് റളിയല്ലാഹു അൻഹുവിന് ഹാഫിദീങ്ങളായ 106 മക്കളെ അള്ളാഹു തആല കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നിങ്ങനെ തലമ കൈവച്ച് തരുന്നു. അള്ളാഹുവിന്റെ റസൂലിനോട് ബന്ധമുള്ളതെല്ലാം വിജയിക്കും. ആദ്യമായി കാബ ഉണ്ടാക്കിയത് മലക്കുകളാണ്. കാബ ഉണ്ടാക്കി മലക്കുകൾ കാബ ഉണ്ടാക്കിയിട്ട് കാബയിൽ ഇബാദത്ത് ചെയ്തു. ആദം നബി അലൈഹി ഇസ്ലാം വന്നു, പിന്നെ അമ്പിയാക്കൾ വന്നു, ജിന്നുകള് മനുഷ്യന്മാരൊക്കെ ഇബാദത്ത് ചെയ്തു. കുറേ കാലം ഇബാദത്ത് ചെയ്തിട്ട് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് വലിയൊരു വെള്ളപ്പൊക്കം ഉണ്ടായി. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് വെള്ളപ്പൊക്കം ഉണ്ടായപ്പോ കാബ പൊളിഞ്ഞു. പിന്നെ കാബ ഉണ്ടാക്കുന്നത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും മകൻ ഇസ്മായിൽ അലൈഹി ഇസ്ലാമുമാണ്. അതിന്റെ ഇടയിൽ 2000 വർഷമുണ്ട് എന്ന് ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ കണ്ടു. നൂഹ് നബി മുതൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം വരെ 2000 കൊല്ലം. 2000 കൊല്ലം കാബ ഉണ്ടായിരുന്നില്ല. ബൈത്തുൽ മാമൂർ എന്ന കാബയുടെ മുകൾ ഭാഗത്തുള്ള ഭവനത്തിൽ മലക്കുകൾ ത്വാഫ് ചെയ്യലായിരുന്നു പതിവ്. മലക്കുകൾ ഉണ്ടാക്കിയ കാബ ഷരീഫിനെ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്തുണ്ടായ വെള്ളപ്പൊക്കത്തിൽ അല്ലാഹു പൊളിച്ചു കളഞ്ഞു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഉണ്ടാക്കിയ കഅബയെ മക്കക്കാരുടെ കാലത്ത്, ഖുറൈശികളുടെ കാലത്ത്, അബ്ദുൽ മുത്തലിബിന്റെ കാലത്ത് അബ്രഹത്ത് രാജാവും സംഘവും കൂടി പൊളിക്കാൻ വന്നപ്പോ അബാബിയിൽ പക്ഷികളെ പറഞ്ഞയച്ച് അള്ളാഹു നശിപ്പിച്ചു. 2 കഅബ എന്താ വ്യത്യാസം? മലക്കുകൾ ഉണ്ടാക്കിയ കഅബയെ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് അള്ളാഹു തന്നെ പൊളിച്ചു. എന്നാൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഉണ്ടാക്കിയ കഅബയെ അബ്ദുൽ മുത്തലിബിന്റെ കാലത്ത് പൊളിക്കാൻ വന്ന അബ്രഹത്ത് രാജാവിനാണ് പൊളിച്ചു. രണ്ടും എന്താ വ്യത്യാസം? ഒരു വ്യത്യാസമുണ്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും മകൻ ഇസ്മായിൽ അലൈഹി ഇസ്ലാമും കഅബ ഉണ്ടാക്കുമ്പോ ഒരു വർത്താനം പറഞ്ഞിരുന്നു. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. പടച്ചോനെ കബൂലാക്കണേ. റബ്ബനാ വബഅസ് ഫീഹിം റസൂലാ. എന്റെ ഈ മോന് ഇസ്മായിലിന്റെ സന്താന പരമ്പരയിൽ നിന്ന് നീ ഒരു നബിയെ യാത്ര അയക്കണം, അതിനാണ് ഞാൻ ഈ കഅബ ഉണ്ടാക്കുന്നത് എന്ന്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മകൻ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ സന്താന പരമ്പരയാണ് അറബികൾ. ഇബ്രാഹിം നബിക്കും ഇസ്മായിൽ നബിക്കും ശേഷം അറബികളിൽ പ്രവാചകന്മാർ വന്നിട്ടില്ല. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മകൻ ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിന്റെ മകൻ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ സന്താന പരമ്പരയാണ് ബനു ഇസ്രായേൽ. ലോകത്ത് വന്ന എല്ലാ അമ്പിയാക്കളും ബനു ഇസ്രായേലിലാണ് വന്നത്. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ സന്താന പരമ്പരയിൽ ഒരു നബി മാത്രമേ വന്നിട്ടുള്ളൂ, അത് മുഹമ്മദ് നബിയാണ്. മുഹമ്മദ് നബി വരുന്നതിന്റെ മുമ്പാണ് അബ്രഹത്ത് വന്നത് എന്നതാണ് അബ്രഹത്തിനെ സമ്മതിക്കാതിരുന്നതിന്റെ കാരണം. ഇഞ്ഞ് കാബ വിളിക്കുമല്ലോ, ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽ കാബ വിളിക്കുന്നു പറഞ്ഞിട്ടുണ്ടല്ലോ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു വിഷയത്തിന്റെ മുമ്പിൽ വെച്ചാൽ അത് വിജയിക്കും. ആ കാര്യം തീർച്ചയാണ്. വെറുതെ ബാബയ്ക്ക് തങ്ങള് മങ്കൂസ് മൗലിദ് ഒതുങ്ങാണ്ട് ഹജ്ജിന് പോയി ബാബയ്ക്ക് തങ്ങള് മങ്കൂസ് മൗലിദ് ഒതുങ്ങാണ്ട് ഹജ്ജിന് പോയി എന്ന് പറഞ്ഞത് വെറുതെ അല്ല. പെര കുടിയിരിക്കുമ്പോ മങ്കൂസ് മൗലിദ് ഒരു ഹദീസിൽ ഓതണം എന്ന് പറഞ്ഞത് വെറുതെ അല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു വിഷയത്തിന്റെ മുമ്പിൽ വെച്ചാൽ അത് വിജയിക്കും എന്നുള്ള കാര്യം തീർച്ചയാണ്. ബഹുമാനപ്പെട്ട മുഷാവറ മെമ്പർ മരക്കാർ ഉസ്താദ് വരുന്നുണ്ട്. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ.
ألف الألف نظام مده أعلى الأليال أول سطور باسم الله بدء الخالق لا إله إلا الله لا إله إلا الله لا إله إلا الله أحمد الله مصليا مسلما على أحمد والآل والأصحاب من للآل آل ഒന്ന് ഇളകി ചൊല്ലി لا إله إلا الله لا إله إلا الله بلغ المده في أوصافه فما بلغ بالغ معشار ما بما في البال بال لا إله إلا الله لا إله إلا الله ബാലകൽ മുദ്ദാഹു മദ് പറയുന്ന ആളുകൾ അമിതമാക്കി പറഞ്ഞു കുറേ പറഞ്ഞു ഫി ഔസാഫി നബിതങ്ങളുടെ വസ്ഫുകൾ പറയുന്നതിൽ അവർ ധാരാളമാക്കി ഫമാ ബലഗ എത്ര പറഞ്ഞിട്ടും അവർ എത്തിയില്ല മിശാറമാ ഊത്തി നബിതങ്ങൾക്ക് നൽകപ്പെട്ടതിന്റെ 10,000-ൽ 1000-ൽ ഒരംശം പോലും അവർക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറഞ്ഞിട്ട് ഏറൂല, എത്ര പറഞ്ഞാലും ഏറൂല. പറഞ്ഞ് അള്ളയും റസൂലും ഒന്നാണ് എന്ന് പറയാഞ്ഞാ മതി. അള്ളാഹുവിന്റെ പേര് മുഹമ്മദ് നബിക്ക് പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലപ്പുറഞ്ഞൊന്നുമില്ലല്ലോ. അൽയൗമ അക്മൽതു ലക്കും എന്ന ആയത്ത് ഇറങ്ങിയതിന്റെ ശേഷം ഇറങ്ങിയ ആയത്താണ് ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും. ആ ആയത്തിന്റെ അവസാനത്തിൽ അള്ളാഹു അവന്റെ 2 പേര് നബി തങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നു. ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഹരീസുൻ അലൈക്കും, നബി തങ്ങൾ നിങ്ങളുടെ മേൽ അത്യാഗ്രഹമുള്ള ആളാണ്. ആഗ്രഹവും അത്യാഗ്രഹവും 2ആണ്. സാലിം ഫൈദി രക്ഷപ്പെടണമെന്ന് സാലിം ഫൈദിക്കുള്ളതിനേക്കാൾ പൂതിയുള്ള ആളാണ് മുഹമ്മദ് നബി എന്നാണ് അതിന്റെ അർത്ഥം സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളുടെ അമലുകൾ എനിക്ക് എന്നും രാവിലെയും വൈകുന്നേരവും വെളിവാക്കപ്പെടുമെന്നും നിങ്ങൾക്ക് വേണ്ടി ഞാൻ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുമെന്നും മുഹമ്മദ് നബി. എനിക്ക് പുറത്തു തരണമെന്ന് ഞാൻ 2 വട്ടം പറയണില്ല, എനിക്ക് മടിയാ പറയാൻ. എന്നാൽ സാലിം ഫൈദിക്ക് പുറത്തു കൊടുക്കണമെന്ന് മുഹമ്മദ് നബി 2 വട്ടം പറയുന്നു എന്നാണ് ഈ ആയത്ത്. ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. അത്ര ആർക്കാ സ്നേഹിക്കാൻ കഴിയാ? സിറാത്ത് പാലം കടക്കുന്നതിന് മുമ്പ് വാപ്പ തിരിഞ്ഞു നോക്കൂല, ഉമ്മ തിരിഞ്ഞു നോക്കൂല, മക്കൾ തിരിഞ്ഞു നോക്കൂല, ആരും നോക്കൂല. പാലം കടന്നതിന്റെ ശേഷം മാത്രമേ നോക്കുള്ളൂ. പാലം കടക്കുന്നതിന്റെ മുമ്പ് ഒരേ ഒരാൾ മാത്രമാണ് തിരിഞ്ഞു നിൽക്കുന്നത്, മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാലഗൽ മുദ്ദഹു ഫീ ഔസാഫിഹി ഫമാ ബലഗ ബാലിഗും മിശറമാഉ ബിമാ ഫിൽ ബാലി ബാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ താഹ ഖൽബി മുദ് ആതൈതു വാദിയൻ ഖഫമാ താബ അംബിദാദി ത്വാഹ താലിയൽ
ലാ ഇലാഹ ഉറക്കെ ഉറക്കെ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ലേശം അടുത്തേക്ക് ഇരിക്കാം ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ നൂറു ഹാലിമൻ ലാ ഇലാഹ ഗൈരി യമീലു ലാ ഇലാഹ ലാ ഇലാഹ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു യാ ഇലാഹി സ്വല്ലി സ്വല്ലി മൻ അലാ നബിക യാ ഇലാഹി സ്വല്ലി സ്വല്ലി മൻ അലാ നബിക അള്ളാഹു കബൂൽ ചെയ്യട്ടെ. നമ്മളെല്ലാവരും അള്ളാഹു ആശിഖ്യങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ ഈ സംഗമം സബബാക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.